ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. റവ വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാം. റവ എടുത്ത അതേ ഒരു കപ്പിന് തന്നെ 1 കപ്പ് ഞാൻ തേങ്ങ ചിരവിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. മധുരമുള്ള പലഹാരം ആയതുകൊണ്ട് തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ലപോലെ കൈകൊണ്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. കൈകൊണ്ട് ഇത് മിക്സാക്കി എടുക്കുമ്പോൾ നല്ലപോലെ പ്രസ് ചെയ്തിട്ട് വേണം ഇതൊന്ന് മിക്സാക്കി എടുക്കാൻ. അപ്പോഴേ ഉള്ളൂ ആ തേങ്ങൻ്റെ ആ ഒരു നനവിൽ ഈ ഒരു റവ നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടുള്ളൂ. അതുപോലെ തന്നെ പുട്ടിനൊക്കെ നനച്ചെടുക്കില്ലേ, ആ രീതിയിലായി കിട്ടും നമുക്കിത്. തേങ്ങ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. അതൊന്നും വേണ്ട, അതൊക്കെ നമുക്ക് മാറ്റിയിട്ട് കുഴച്ചെടുക്കാം. ഞാനിവിടെ 250 ml കപ്പിനാണ് 1 കപ്പ് റവ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ ഒരു കപ്പിന് തന്നെയാണ് തേങ്ങ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കപ്പില്ലെങ്കിൽ ഗ്ലാസ് ആണെങ്കിലും 1 ഗ്ലാസ് റവ ആണെങ്കിൽ 1 ഗ്ലാസ് തന്നെ തേങ്ങ ചിരവിയത് ചേർക്കാം. പിന്നെ തേങ്ങ നല്ല പച്ച തേങ്ങ ചേർക്കാൻ ശ്രദ്ധിക്കുക. റവയും തേങ്ങയും പാടെ നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ ആ ചെറിയൊരു നനവിൽ നമ്മൾ കയ്യിൽ മുറുക്കി പിടിക്കുമ്പോൾ ഒന്നിങ്ങനെ കട്ടായി നിൽക്കും. അപ്പോൾ ആ രീതിയിൽ വേണം നമുക്കിത് കിട്ടാൻ. ഇനി ഈ മിക്സ് ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ തേങ്ങേൻ്റെ റവൻ്റെ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇത് കുറച്ച് നേരം തന്നെ നമുക്ക് നല്ലപോലെ വറുത്തെടുക്കണം. അതുകൊണ്ട് തന്നെ നല്ല അടി കട്ടിയുള്ള പാൻ എടുക്കാൻ ശ്രദ്ധിക്കാം. അടിഭാഗം കട്ടില്ലാത്ത പാത്രമൊക്കെ ആണെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക. ഏകദേശം ഒരു 7-8 മിനിറ്റോളം തന്നെ ഇത് വറുത്തെടുക്കണം. ഈ ടൈമിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നെയ്യ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഒരു പലഹാരത്തിന്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കുണ്ടാക്കുന്ന പലഹാരത്തിൻ്റെ അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഈ അളവുകളൊക്കെ കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ അത് ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റോളം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതാ കറക്റ്റ് നമ്മുടെ റവയും തേങ്ങയൊക്കെയുള്ള ആ ഒരു മിക്സ് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഒരു പാനിൽ നിന്ന് മാറ്റണം. അല്ലെങ്കിൽ ഈ പാനിൻ്റെ ആ ചൂടുകൊണ്ട് റവ അതിൽ കടന്നിട്ട് വീണ്ടും ചൂടായിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ തേങ്ങയും റവയും പാടെ മിക്സാക്കാൻ വേണ്ടിയിട്ട് എടുത്ത ആ ഒരു പാത്രത്തേക്ക് തന്നെ ഞാനിത് മാറ്റി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ശർക്കരപ്പാനിയാണ്. അപ്പോൾ അത് തയ്യാറാക്കിയിട്ടെടുക്കാം. ശർക്കരപ്പാനി തയ്യാറാക്കാൻ ഞാൻ റവ എടുത്ത അതേ കപ്പിന് തന്നെ ഒരു 1/4 കപ്പ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു ശർക്കരപ്പാനി നമുക്ക് കൂടുതൽ നേരം തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി വന്നാൽ മാത്രം മതി. ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഏലക്കപ്പൊടി ചേർക്കുന്നത് നമ്മൾ നേരത്തെ തേങ്ങയും റവയും പാടെ ഒന്ന് വറുത്തെടുത്തില്ലേ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതിൽ കുറച്ച് ഈ ഏലക്കൻ്റെ തൊലിയൊക്കെ ഉള്ള കാരണം ഞാൻ ഇതിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏതായാലും നമ്മൾ ശർക്കരപ്പാനി അരിച്ചൊഴിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കരടൊക്കെ ഒന്ന് അതിൽ അരിച്ചെടുക്കും ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് 1 സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ബാക്കി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതാ അവിടെ ശർക്കരപ്പാനി മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ലപോലെ മിക്സാക്കി എടുത്തതിൻ്റെ ശേഷം നമ്മൾ ഇതൊരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കണം. ഈ ഒരു ശർക്കരപ്പാനിയിൽ റവയൊന്ന് നല്ലപോലെ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പാത്രത്തിൻ്റെ ഒരു സൈഡ് വശത്തേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലാതും പാടെ ഒരു സൈഡ് വശത്തേക്ക് കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ റവയൊക്കെ ശർക്കരപ്പാനിയിൽ നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി കൈ കൊണ്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ടല്ലോ, അപ്പോൾ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുഴച്ചെടുക്കണ പോലെ ചെയ്യാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു അടപ്പിൻ്റെ ഉൾവശത്ത് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ തടവി കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ഒരു റവയുടെ മിക്സിന്ന് ഇതിലേക്ക് കുറച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് സെറ്റായി കിട്ടുള്ളൂ. നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ചെയ്തെടുക്കുമല്ലോ, അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ അതാ കണ്ടോ, നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുക്കുക. പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഷേപ്പ് വേണമെങ്കിൽ മാറ്റാം, കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയിട്ടോ അല്ലെങ്കിൽ സ്റ്റാറിൻ്റെ ഷേപ്പോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഷേപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്നാക്സ് ഇനി നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഞാനിവിടെ ഓയിലിൽ ഫ്രൈ ചെയ്യുന്നൊന്നുമില്ല, ഇതേപോലെ തന്നെയാണ് കഴിക്കുന്നത്. വൈകുന്നേരം സ്കൂളിൽ വരുമ്പോൾ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ്. തീർച്ചയായും റവ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.